നമസ്കാരം. പാകിസ്ഥാൻ പഹൽഗാമിൽ നടത്തിയ തീവ്രവാദി ആക്രമണത്തിന് ഇന്ത്യ കൃത്യമായ മറുപടി നൽകി. അതിനെ വീണ്ടും പ്രതിരോധിക്കാൻ പാകിസ്ഥാൻ നടത്തിയ എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. 4 ഭാഗത്തുനിന്നും ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനെ പൂട്ടിയിരിക്കുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഇന്ത്യക്ക് നേർക്ക് അവർ തൊടുത്തുവിട്ട അല്ലെങ്കിൽ ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അവർ വിട്ട മിസൈലുകളെല്ലാം തന്നെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു. പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങൾ മാത്രമല്ല, അവിടുത്തെ പാർലമെൻറ്റ് അംഗങ്ങൾ പോലും ഇപ്പോൾ ഇന്ത്യ എന്ന് കേട്ടാൽ മുട്ടുവിറയ്ക്കുന്ന അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വൈറലാകുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് പാകിസ്ഥാനിലെ പാർലമെൻറ്റിലെ ഒരു പ്രമുഖനായ MP അവിടെ നിന്ന് പൊട്ടിക്കരയുന്നതാണ്. എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിലവിളിക്കുകയാണ്. ഇയാൾ പറയുകയാണ്, ദൈവമെങ്കിലും ഞങ്ങളെ രക്ഷിക്കട്ടെ, കാരണം ഈ സർക്കാരിനെയും പട്ടാളത്തിനെയും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല എന്നുള്ള രീതിയിൽ വെറുതെ ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ പോയി പണി വാങ്ങി എന്ന രീതിയിൽ തന്നെയാണ് ഈ പാർലമെൻറ്റ് അംഗം നിലവിളിച്ചുകൊണ്ട് പറയുന്നത്. താഹിർ ഇക്ബാൽ എന്നാണ് ഈ MPയുടെ പേര്. ഇതിലെ വളരെ വിചിത്രമായൊരു കാര്യം, ഇയാൾ സൈന്യത്തിലെ വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്ന ആളും കൂടിയാണ്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് താഹിറിന് വളരെ വ്യക്തമായ ധാരണയുണ്ട്. പട്ടാളത്തിൽ സേവനം അനുഷ്ഠിച്ചിരുന്നതുകൊണ്ട് ഇന്ത്യൻ സേനയോട് അല്ലെങ്കിൽ ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ ഇറങ്ങിയാൽ അത് ഗംഭീര പണിയായിരിക്കും തിരിച്ചു കിട്ടുക എന്ന് ഇയാൾക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇയാൾ ഈ നിലവിളി പാർലമെൻറ്റിൽ നടത്തുന്നത്. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ലോകമെമ്പാടും തന്നെ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ എന്തുമാത്രം പാകിസ്ഥാനും അവിടുത്തെ ഭരണാധികാരികളും ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവായി മാറുകയാണ് ഈ ദൃശ്യങ്ങൾ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാനെ ദൈവം രക്ഷിക്കട്ടെ എന്നാണ് താൻ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ വികാരാധീനായി പൊട്ടിക്കരഞ്ഞത്. ഇപ്പോഴത്തെ പ്രതിസന്ധി കണ്ടെത്തിയ ദൈവത്തിന് മാത്രമേ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഈ MP വിലപിക്കുന്നത്. ഏതായാലും പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ച മിസൈലുകളൊക്കെ തന്നെ തകർത്ത് കഴിഞ്ഞു. അതുപോലെ പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം മുഴുവൻ തകർത്തു തരിപ്പണമാക്കി കഴിഞ്ഞു ഇന്ത്യയുടെ മിസൈലുകൾ. അതുപോലെ പല ഡാമുകളും ഇന്ത്യ ഇപ്പോൾ തുറന്നു വിടുകയാണ്. ചുരുക്കത്തിൽ പാകിസ്ഥാൻ വല്ലാത്ത വെട്ടിലാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത്. ഈ MP ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ചിട്ടും കൂടെയുള്ള മറ്റ് MPമാരോ അല്ലെങ്കിൽ അവിടുത്തെ മന്ത്രിമാരോ ആരും തന്നെ ഇതിനോട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് അതിലും രസകരമായ കാര്യം. ഈ MP നേരത്തെ സൈനികനായിരുന്നുകൊണ്ടായിരിക്കാം പാർലമെൻറ്റിൽ ഇതേക്കുറിച്ചുള്ള ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നേരത്തെ വിശദമാക്കിയത്. എന്നിട്ടൊന്നും ഇതാർക്കും തലയിക്കറിയില്ല. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് അവിടുത്തെ പാർലമെൻറ്റിനോ മന്ത്രിമാർക്കോ പ്രധാനമന്ത്രിക്കോ പ്രസിഡന്റിനോ ഒന്നും തന്നെ യാതൊരു അധികാരവുമില്ല. പട്ടാളമാണ് എല്ലാം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ MP ദൈവത്തെ വിളിച്ച് കരയുന്നത്. ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം, ഞങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കരുത്, ഞങ്ങളെ കൊല്ലാൻ കൊടുക്കരുത് എന്നാണ് ഇയാൾ നിലവിളിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ പറയുന്നത്. ഏതായാലും പാകിസ്ഥാൻ്റെ ഒരു പ്രതീകമായി തന്നെ മാറുകയാണ് ഈ MPയുടെ കരച്ചിലും നിലവിളിയുമെല്ലാം. ഇന്ത്യ ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന നിലപാട് പലതവണ വ്യക്തമാക്കിയതാണ്. മാത്രമല്ല ഇന്ന് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ നടത്താൻ ശ്രമിച്ച ആക്രമണങ്ങളുടെയൊക്കെ തന്നെ കൃത്യമായ തെളിവുകളും ഇന്ത്യ പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ലോകത്തിന് മുന്നിൽ തന്നെ ഇപ്പോൾ ഒറ്റപ്പെട്ട് വിറങ്ങലിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണുള്ളത്. അവിടെ സാധാരണക്കാരായ ജനങ്ങളൊക്കെ തന്നെ പാകിസ്ഥാനിലെ സർക്കാരിനെതിരെ രംഗത്ത് എത്താനുള്ള എല്ലാ സാധ്യതയും ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ പാർലമെൻറ്റ് അംഗം പാർലമെൻറ്റിനുള്ളിൽ വെച്ച് തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞങ്ങളെയൊക്കെ രക്ഷിക്കണം, ദൈവം രക്ഷിക്കട്ടെ എന്നൊക്കെ നിലവിളിച്ചത്. എന്നാൽ ഇന്ത്യ ആകട്ടെ നമ്മുടെ നിലപാടിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല എന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിച്ചിരുന്നില്ല. ഇപ്പോഴും ഇന്ത്യ ചെയ്യുന്നത് ഇന്ത്യക്ക് നേരെ നടക്കുന്ന തീവ്രവാദി ആക്രമണ ശ്രമങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ്. ഏതായാലും തീവ്രവാദം എന്ന ശാപം ഇന്ത്യയെ ഇനി ഒരിക്കലും ബാധിക്കാതിരിക്കാനുള്ള കടുത്ത നടപടികളിലേക്ക് തന്നെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ പാകിസ്ഥാനിലെ MP ഇത്തരത്തിൽ പൊട്ടിക്കരഞ്ഞത്.